ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നൊരു കുഞ്ഞ് ഹാർവസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ മുളകിൻ്റെ ഒരു ഹാർവസ്റ്റിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ എടുത്തൊരു ഹാർവസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമുക്ക് എന്തൊക്കെ പച്ചക്കറിയാണ് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്നതെന്ന് നോക്കാമേ. ഫസ്റ്റ് തന്നെ നമുക്ക് ചെറി ടൊമാറ്റോ ആണ് കേട്ടോ ഇന്ന് ഹാർവസ്റ്റ് ചെയ്യുന്നത്. ചെറി ടൊമാറ്റോ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്നതും പഴുത്ത് നിൽക്കുന്നതും നമുക്കിന്ന് പറിച്ചെടുക്കാമേ. മെയിനായിട്ട് തക്കാളിക്ക് വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും പിന്നെ വെജിറ്റബിളിൻ്റെ ഫ്രൂട്ട്സിൻ്റെ നമ്മുടെ കിച്ചൺ വരുന്ന വേസ്റ്റും പിന്നെ അതുപോലെ തന്നെ മുട്ടത്തോടും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് കഞ്ഞി വെള്ളം നമ്മൾ ചോറൊക്കെ വെക്കുന്നതിൻ്റെ ആ ഒരു വെള്ളമില്ലേ, അത് കുറച്ചധികം വെള്ളവും കൂടെ ചേർത്ത് ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തക്കാളി പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 ദിവസം നന്നായിട്ട് പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളം ആയാലും മതിയാവും. നമ്മൾ ഒത്തിരി വെള്ളം ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. തക്കാളിക്ക് മാത്രമല്ല കേട്ടോ, ഞാനത് വഴുതണിക്കും മുളകിനും ഒക്കെ ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ചെടിക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ പച്ചക്കറികളൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ചെറി ടൊമാറ്റോയിൽ ഈ ഒരു കൊലയിൽ തന്നെ 6 അതുപോലെ തന്നെ 7 ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചെറി ടൊമാറ്റോസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിടിച്ചു വന്നിട്ടുള്ളത്. മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു 8 അതുപോലെ തന്നെ 12 വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് വലിയ ചെറി ടൊമാറ്റോ പിടിച്ചു വന്നേക്കുന്ന കൊലകളുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നോർമലായിട്ടുള്ള ഒരു ചെറി ടൊമാറ്റോക്കാളും പിന്നെ നമ്മളിത് ഓർഗാനിക്കായിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഒക്കെ കുറച്ചൊരു സൈസ് വ്യത്യാസം കാണും. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറി ടൊമാറ്റോസ് പിടിച്ചിട്ടുണ്ടേ. മുന്നേ ഉള്ള വർഷത്തിലൊക്കെ നമ്മൾ കൃഷി ചെയ്ത അത്രയും ഒന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഒരുപാട് പ്രാണികൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയിലായാലും മുളകിലായാലും എല്ലാ ചെടീനെയും വന്ന് കൊത്തി നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് കൊത്തുമ്പോൾ നമ്മുടെ തക്കാളിയിൽ പുഴു ഉണ്ടാവും കേട്ടോ. ചെറിയ ടൊമാറ്റോയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ വലിയ തക്കാളിയിൽ ആ ഒരു പ്രാണി വന്ന് കൊത്തുന്നുണ്ട് കേട്ടോ. ഇത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മുളകിൻ്റെ ഹാർവസ്റ്റിംഗ് വീഡിയോ. അതിൽ നമുക്ക് പച്ചമുളക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പച്ചമുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഈ ഹാർവസ്റ്റിംഗ് വീഡിയോ മുളകിൻ്റെ വീഡിയോന് മുന്നേ എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുളകൊക്കെ പിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ. പിന്നെ നമുക്ക് ബജി മുളകും ഉണ്ട്. മുളകിന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ തേയിലത്തൊത്തും മുട്ടത്തോടും പിന്നെ നമ്മുടെ ഉള്ളിയുടെ സവാളയുടെയൊക്കെ വേസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ബജിമുളകുണ്ട്. എല്ലാം ഒന്നും നമ്മൾ ഇന്ന് എടുക്കുന്നില്ല. കാര്യം നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്ന പച്ചമുളക് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് പിന്നെ എടുക്കാമെന്ന് വെച്ചു. അടുത്തതായിട്ട് ഹാർവസ്റ്റ് ചെയ്യാനുള്ളത് ക്യുക്കുംബറാണ് കേട്ടോ. ക്യുക്കുംബർ അത്യാവശ്യം പിടിച്ചു വരുന്നതേ ഉള്ളൂ. 2 എണ്ണം നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്യാം. ക്യുക്കുംബർ കുറച്ചൊക്കെ പിടിച്ചു വരുന്നുണ്ട്. പക്ഷേ പ്രാണികൾ ഇതിലും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കൊത്തി നശിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഒരു പോർഷനിൽ പുഴു ആവാറുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ക്യുക്കുംബറിൽ ഒന്നും കൊത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു സൈസാണ് കേട്ടോ വരുന്നത്. ക്യുക്കുംബറിൻ്റെയൊക്കെ സീഡ് നമ്മൾ അൽവസാലിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മുന്നേ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഇട്ടിട്ടുള്ള എല്ലാ പച്ചക്കറികളും വളർന്നു വന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പച്ചക്കറികളൊക്കെ പിടിച്ച് വന്നിട്ടുമുണ്ട്.
ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ, പക്ഷേ ഇതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ കൊത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഹോള് പോലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കാര്യം ബാക്കിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്, പുഴുവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പുഴു വരത്തില്ല, ഇങ്ങനെ കേട് പോലെ ഒരു ഇങ്ങനെ കറുത്ത ഒരു കളറിൽ കേടുപോലെ വരും കേട്ടോ. അത് നമ്മൾ ആ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. ഒത്തിരി ക്യുക്കമ്പർ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെറിയ ക്യുക്കമ്പറിൽ തന്നെ പ്രാണികൾ ഇങ്ങനെ കൊത്തിയിട്ട് അതങ്ങ് വാടിപ്പോവും കേട്ടോ. അപ്പം നമുക്കത് വലുതാക്കി കിട്ടാൻ പാടാണ്. പിന്നെ കവറൊക്കെ ഇട്ട് നിർത്തുന്ന ആയാലും ചിലതൊക്കെ ഇങ്ങനെ വാടി കരിഞ്ഞൊക്കെ പോകാറുണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ നമുക്കിങ്ങനെ വലുതാക്കി കിട്ടുന്നുള്ളൂ കേട്ടോ. മുരിങ്ങ പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ആകുമ്പോൾ മുരിങ്ങ കാ പിടിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി മുരിങ്ങക്കാ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ അൽബസാലിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 1 ദിർഹംസാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വില വരുന്നത്. ഇത് നല്ല നീളമുള്ള വഴുതനങ്ങയാണ് കേട്ടോ, പർപ്പിൾ കളറ്. അധികമൊന്നും പിടിക്കുന്നില്ല, എന്നാലും 1-2 ഒക്കെ പിടിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞൊരു പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല റൗണ്ട് ഷേപ്പായിട്ടുള്ള നമ്മുടെ കത്തിരിക്ക, അതും കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരണം, അതുകൊണ്ടാണ് കേട്ടോ ഹാർവസ്റ്റ് ചെയ്യാത്തതെന്ന്. ഈ ഒരു വിൻ്റർ സീസൺ ആകുമ്പോൾ നമുക്ക് ഒത്തിരി പച്ചക്കറികൾ ഇവിടെ നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കടയിൽ അങ്ങനെ വാങ്ങിക്കാറില്ല. കുറച്ചൊന്നും നമ്മൾ കെയർ ചെയ്ത് കൊടുത്താൽ ഇവിടെ ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് കിട്ടും കേട്ടോ. ഈ കൃഷിയെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത ഒരു ആളായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ എന്നെ കൊണ്ട് അറിയുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറികളൊക്കെ പിടിച്ചു തുടങ്ങി. അപ്പോൾ ഓരോ വർഷം നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് ഇത് നടാനായിട്ട്. അങ്ങനെയാണ് കേട്ടോ ഓരോ വർഷം നമ്മൾ വിൻ്റർ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്ര പച്ചക്കറികളാണ് കേട്ടോ കിട്ടിയത്. വളരെ കുറച്ചാണ്, എന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാകുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.